ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ പേരിൽ മറ്റൊരാളുടെ ജീവിതത്തെ കളിയാക്കുകയും പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് അടിസ്ഥാനമില്ലാത്ത അവഹേളനങ്ങളും അവിഹിത ആരോപണങ്ങളും പരത്തുകയും ചെയ്യുന്നത് ചിലരുടെ റിയാക്ഷൻ വീഡിയോകളുടെ പതിവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം സമൂഹം ഏറെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെണ്ണിന്റെ മാനവും ജീവിതവുമാണ് അവർ കളിയാക്കുന്നത്. ഒരു വീഡിയോക്കുള്ള വ്യൂസിനും ലൈക്കിനും വേണ്ടി ഒരു മനുഷ്യന്റെ ആത്മാഭിമാനവും കുടുംബത്തിന്റെ ശാന്തിയും തകർക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യമല്ല, വിശ്വാസവഞ്ചനയും സമൂഹത്തിന്റെ നന്മക്കെതിരെയുമുള്ള ദുഷ്പ്രവർത്തനവുമാണ്. ഏത് ആരോപണങ്ങളും തെളിവില്ലാതെ പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് വളരെ ആഴമുള്ളതാണ്. അത് കണ്ടന്റല്ല, ഒരു മനുഷ്യന്റെ ഹൃദയമാണ്. സമൂഹം ഈ റിയാക്ഷൻ സംസ്കാരം പിന്തുടരേണ്ടതല്ല, അതിനെ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു സ്ത്രീയെ അപകീർത്തിപ്പെടുത്തുന്നത് ധൈര്യമല്ല, താഴ്മയുടെ ഏറ്റവും താഴ്ന്ന രൂപമാണ്. നമ്മുടെ വാക്കുകൾക്ക് ഭാരമുണ്ട്. ആ വാക്കുകൾക്ക് സമൂഹത്തെ ഉയർത്താനാവട്ടെ, ഒരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ല അത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മസ്റൂറ ഫാത്തിമ എന്ന ചാനൽ ഉടമയായ നെജിലയുടെ അവിഹിത കഥകൾ. ഇത് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർ പുറത്തു പറയുന്നത് സത്യത്തിൽ റീച്ചിന് വേണ്ടി തന്നെയല്ലേ? കുലുങ്ങിച്ചിറിച്ചുകൊണ്ട് ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയുകയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നെജില എന്ന സഹോദരിയെയും അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെയും അവളുടെ വീട്ടിൽ നിന്ന് പിടികൂടി എന്ന് പറയുന്നവർ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥകൾ തികച്ചും മനസ്സിലാക്കിയില്ല എന്നാണ് പറയാനുള്ളത്. 4 വർഷത്തോളമായി ഭർത്താവില്ലാതെ തനിച്ച് തൻ്റെ 3 മക്കളുമായി കഴിയുന്ന നെജില എന്ന സഹോദരിയെ നിരന്തരം വിവാഹ അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ഒരു യുവാവ്, അദ്ദേഹം നെജില എന്ന ഈ സഹോദരിയുടെ വീട്ടുകാരോടും തനിക്ക് നെജിലയെ വിവാഹം കഴിച്ചു നൽകണം എന്നുള്ള അഭ്യർത്ഥന നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ തന്നെ അതിയായി സ്നേഹിക്കുന്ന ഒരാളെ ഈ പെണ്ണും ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നെജിലയുടെ വീട്ടിലേക്കെത്തിയ ഈ യുവാവിനെ നെജിലയുടെ വീട്ടുകാർ മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആരോപണമാണ് ഇവർക്ക് പറയാനുള്ളത്. എന്നാൽ നെജിലയുടെ സ്വന്തം ഉമ്മ തന്നെ ഇവരെ നെജിലയുടെ വീട്ടിൽ നിന്ന് പിടികൂടി എന്ന് പറയുന്നത് എന്ത് കാരണത്താലാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. നോക്കൂ, നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇത്തരമൊരു കാര്യമുണ്ടായതെങ്കിൽ അത് സാമൂഹ്യ മാധ്യമത്തിൽ നമ്മൾ ഒരിക്കലും പറയാൻ ഉദ്ദേശിക്കില്ല. കാരണം നമ്മളെ അടുത്ത് അവർ അത്രയേറെ അടുത്തവരായതുകൊണ്ട് നമുക്കവരോട് കരുണയുണ്ടാകും. എന്നാൽ ഇവിടെ ഒരു മാതാവിന് താൻ പ്രസവിച്ച മകളോട് പോലും ഇത്തരത്തിലൊരു ദാക്ഷിണ്യമില്ലാതെ അവളെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തുവാനുള്ള മനസ്സ് എങ്ങനെ കിട്ടി എന്ന് ഇപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നുമില്ല. യഥാർത്ഥത്തിൽ അവിടെ ആ സമയത്ത് ആ യുവാവിനെ മർദ്ദിക്കുന്നത് കണ്ട് അത് പോലീസ് ഇടപെട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവകാശത്തിലേക്ക് അവർ എത്തിക്കുകയുമാണ് ചെയ്തത്. 4 വർഷത്തോളം ഭർത്താവില്ലാതെ തനിച്ച് കഴിയുന്ന ഈ യുവതിക്ക് ഒരു ഭർത്താവുണ്ടാകുന്നതിൽ പലർക്കും എന്തിനു വേണ്ടി പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായും മനസാക്ഷിയുള്ള ആരും തന്നെ അവർ ഇനി നല്ല നിലയിൽ ജീവിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ഇനി ഇത് എത്ര കാലം ഉണ്ടാകുമെന്നും 5ാമത്തെ ഭർത്താവിന് അപേക്ഷ നൽകാൻ സമയമായെന്നും പറ്റിപ്പാണ് ഭർത്താവിൻ്റെ മുഖമെന്താ അങ്ങനെ, പല്ലെന്താ ഇങ്ങനെ, കണ്ണെന്താ അവിടെ ഇല്ലാത്തത് എന്നൊക്കെ പറയുന്നവർ മനസാക്ഷി മരവിച്ചു പോയവരാണോ? ന്യായീകരിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇവിടെ തെറ്റ് സംഭവിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായി പറയാനാകില്ല. ഒരു കാര്യം, ഈ സ്ത്രീ ഇത് ആരോടും മറച്ചുവെച്ച ഒരു കാര്യമല്ല. അവരുടെ വീട്ടുകാർക്കും, എന്തിനേറെ ഈ ന്യൂസ് ആദ്യമായി പുറത്തുവിട്ട ആ സ്ത്രീയോട് പോലും ഇവർ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ കാര്യത്തിലെ സത്യസന്ധമായ അവതരണം.